നമസ്കാരം, എല്ലാവർക്കും മറ്റു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാട ഫ്രൈ ആണ്. ഇന്ന് നമുക്ക് ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയ ഒരു 6 ഫ്രഷ് കാടയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിന്ന് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് ഉണ്ടാക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ യോഗേർട്ട് ഇടാം. 2 സ്പൂൺ യോഗേർട്ട്. അതിലേക്ക് ഇത് നമ്മൾ ഫ്രഷായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതൊരു 2-2.5 സ്പൂൺ വരും. 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് നമുക്ക് ഇനി ഇടാനുള്ളത് ഒരു മുട്ട പൊട്ടിച്ചിടണം, 1 എഗ്ഗ്, ലൈം ജ്യൂസ് ഒഴിക്കാം, two teaspoon plain flour, 2 teaspoon corn flour, and mix well. കാട മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇത്ര സമയം മതി. ഇനി നമുക്കത് വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് മൺചട്ടിയാണ്. മൺചട്ടിയാണ് എപ്പോഴും കാട ഫ്രൈ ചെയ്യാൻ നല്ലത്. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ കാട മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന കാട നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഭംഗിയായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് മുട്ടിക്കിടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കാട ഫ്രൈ ചെയ്യുമ്പോൾ അതിന് കൂടെ ഒരു കറി ലീഫ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. ആ കറി ലീഫ് തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. അതിൻ്റെ ഒരു ചില്ലിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഫ്രൈ ആക്കി കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ഗാർണിഷായിരിക്കും. ഗാർണിഷും കിട്ടും, അതേപോലെ തന്നെ ഒരു ഫ്ലേവറും കിട്ടും. നമുക്ക് മീഡിയത്തിലിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്യാം. നമ്മുടെ കാട ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല കളറായിട്ടുണ്ട്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. നമ്മുടെ ഗാർണിഷിനായിട്ടുള്ള ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള വേസ്റ്റ് നമുക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ കാട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ട്രൈ ചെയ്യാം. വളരെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. So juicy, so crispy, so delicious. And the skin nice and soft.
very soft and very skin is crispy as well. It's very nice, very crispy, and it goes well together. The masala has mixed well onto the quail piece, and it gives it a nice taste overall. I'm gonna try it with the rice. With the rice, it also tastes very nice. That one was easy. So good. If you haven't tried quails, try it out. My first time eating a quail. That's once I ate it, I loved it. Can you make this every day? Tastes like his chicken but more better. Yeah. Before anything happens, when you eat the wing, it's nice and crispy. Crispy, okay. Listen to it. Yeah. You're right. Okay. See, you can see this one, how soft it is. See, very soft and juicy. You can see it. See, now let me eat one. It's really good. Lamb. ഇതൊരു പക്ഷേ ചോറിൻ്റെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. റൂബൻ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് നന്നായിരുന്നോടാ? ചോറിൻ്റെ കൂടെ ഉണ്ട്, നമുക്കിത് മോരും കൂടി ഉണ്ട്. ചോറും മോരും കാടയും എടുത്തിട്ട് കാട വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time. Namaskar. This video will only work if you subscribe.